ബി.ജെ.പിക്ക് തികച്ചും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പീനിയൻ പോളിൽ നരേന്ദ്രമോദി സർക്കാരിന് അധികാര തുടർച്ച ലഭിക്കുമെന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഹാട്രിക് വിജയത്തിലേക്ക് എത്തുമ്പോൾ എൻ.ഡി.എ സർക്കാർ 400-ലധികം സീറ്റുകൾ നേടുമെന്നാണ് സർവേ വ്യക്തമാക്കിയിരിക്കുന്നത്. ആകെയുള്ള 543 സീറ്റിൽ 411 സീറ്റുകളും സ്വന്തമാക്കാനാകും ബി.ജെ.പിക്ക് ഇക്കുറി. കോൺഗ്രസ് നേതൃത്വം നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേവലം 105 സീറ്റുകൾ മാത്രമാണുള്ളത്. മറ്റുള്ളവർ 27 സീറ്റുകൾ നേടുമെന്നും സർവേ വ്യക്തമാക്കുന്നു. 2014-2019 തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാകും എൻ.ഡി.എയുടെ പട്ടാഭിഷേകം എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ സമീപകാലത്ത് ഒന്നും തന്നെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയും 400 സീറ്റ് എന്ന ചരിത്ര നേട്ടം ഇതുവരെ കുറിച്ചിട്ടില്ല. എൻ.ഡി.എ ഇതിനുള്ള വഴി വെട്ടിത്തെളിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, വോട്ട് വിഹിതത്തിലും എൻ.ഡി.എ വ്യക്തമായ മുൻതൂക്കം നേടുമെന്നും സർവേയിൽ പറയുന്നു. 48% വോട്ട് വിഹിതമാണ് എൻ.ഡി.എക്ക് പ്രവചിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് 32% വോട്ട് വിഹിതവുമാണ് കണക്കാക്കുന്നത്. എൻ.ഡി.എ മുന്നണിയിൽ കഴിഞ്ഞ തവണത്തെയിൽ നിന്ന് വ്യത്യസ്തമായി ബി.ജെ.പി ഒറ്റയ്ക്ക് 350-ലധികം സീറ്റുകൾ നേടുമെന്നും സർവേയിൽ പറയുന്നു. മുന്നണിയിലെ മറ്റു പാർട്ടികൾ എല്ലാം ചേർന്ന ശേഷം 61 സീറ്റുകൾ കൂടി സ്വന്തമാക്കും. എന്നാൽ 2019 തിരഞ്ഞെടുപ്പിനേക്കാൾ പരിതാപകരമായിരിക്കും കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ഥിതി. ഇക്കുറി 49 സീറ്റുകൾ മാത്രമേ പാർട്ടിക്ക് നേടാൻ കഴിയൂ. സഖ്യത്തിലെ മറ്റ് അംഗങ്ങളെല്ലാം ചേർന്ന് ഏതാണ്ട് 56 സീറ്റുകൾ നേടും. ഇക്കുറി പ്രതീക്ഷ സഖ്യത്തിന്റെ ബലത്തിൽ മത്സരത്തിനിറങ്ങുന്ന കോൺഗ്രസിന് കാര്യമായ നേട്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഉള്ള സീറ്റുകൾ നഷ്ടപ്പെടുക കൂടി ചെയ്യുമെന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം സംസ്ഥാനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ സമ്പൂർണ്ണ ആധിപത്യം എൻ.ഡി.എ സഖ്യത്തിനാണ് പ്രകടമാകുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി ഇക്കുറി ദക്ഷിണേന്ത്യയിൽ നിന്നും ബി.ജെ.പിക്ക് സീറ്റുകൾ നേടുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കർണാടകയിൽ വൻ മുന്നേറ്റമാണ് ബി.ജെ.പിക്ക് പ്രവചിച്ചിരിക്കുന്നത്. കൂടാതെ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും അവരെ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മഹാരാഷ്ട്രയിലെ ആകെയുള്ള 48 സീറ്റുകളിൽ 41 ബി.ജെ.പി കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണ് ന്യൂസ് 18 ഒപ്പീനിയൻ പോൾ പറയുന്നത്. കൂടാതെ പശ്ചിമ ബംഗാളിലും ഇക്കുറി ബി.ജെ.പിക്ക് മുന്നേറ്റമുണ്ടാകുമെന്നും സർവേയിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവിടെ 25 സീറ്റുകൾ എൻ.ഡി.എക്കും 17 സീറ്റുകൾ തൃണമൂലും നേടുമ്പോൾ ഇന്ത്യ സഖ്യം സംയോജിതരായിരിക്കും. ഇതുൾപ്പെടെ ബി.ജെ.പിയെ 400 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിക്കുമെന്നാണ് സർവേ പറയുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.